ഇടുക്കി രാജകുമാരി പൂപ്പാറ അതിർത്തിയിലെ മുള്ളംതണ്ട് മേഖലയിൽ 100-ലധികം ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയെന്ന പരാതി. റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നിർമ്മാണവും കൃഷിയും തുടരുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. രാജകുമാരി വില്ലേജിലെ ബ്ലോക്ക് 9 റീസർവേ നമ്പർ 183/1, പൂപ്പാറ വില്ലേജിലെ റീസർവേ നമ്പർ 111, ബ്ലോക്ക് 11 റീസർവേ നമ്പർ 369 എന്നിവ ഉൾപ്പെടുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലാണ് വ്യാപക കയ്യേറ്റം നടന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. JCB ഉപയോഗിച്ച് കുന്നിൻ ചെരുവുകൾ വെട്ടിത്തെളിച്ച് ഏലം കൃഷി ആരംഭിക്കുകയും താൽക്കാലിക ഷെഡുകൾ നിർമ്മിക്കുകയും ചെയ്തതായും പ്രദേശവാസികൾ പറയുന്നു. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു 10-15 വർഷത്തിന് മുമ്പ് മുതലാണ് ആ കാട് പറമ്പ് ഇങ്ങനെ പറമ്പൊക്കെ കിടന്ന വസ്തുവാണ്. നമ്മൾ ഈ പരിസരവാസിയാണ്. ഈ അടുത്ത് തന്നെ നമുക്ക് തോട്ടമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉള്ളതാണ്. ഈ മറ്റ് ജില്ലകളിൽ നിന്നും തമിഴ്നാട് സ്വദേശികളായ ആൾക്കാരെല്ലാം വന്ന് ഈ ഭൂമിക്ക് പട്ടയം കിട്ടുമെന്ന വ്യാജേന ഇത് ഏലകൃഷി ചെയ്യുന്നു. അതുപോലെ ടൂറിസ്റ്റ് ഹോമുകൾ പല പല സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് വില്ലേജ് അധികൃതരെയും റവന്യൂ ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചതാണ്. പക്ഷെ അവർ പലപ്പോഴും വരും, നോക്കും, അത് തിരിച്ചു പോകും. പക്ഷേ അവരിതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രാജകുമാരി, പൂപ്പാറ എന്നീ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെന്നാണ് വിവരം. എന്നാൽ നിർദ്ദേശം അവഗണിച്ച് ഭൂമിയിലെ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദുരന്ത സാധ്യത കണക്കിലെടുത്ത് മുൻപ് അധികാരികൾ നികത്തിയ പടുതാക്കുളങ്ങൾ വീണ്ടും സജീവമാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി ഭൂമി തിരിച്ചുപിടിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. അമ്മയുടെ സ്നേഹം, പ്രകൃതിയുടെ നന്മയും നമ്മുടെ കുരുന്നുകളുടെ വളർച്ചയ്ക്കായി അസൽ ഏത്തയ്ക്ക പൊടിയുടെ കരുത്തുമായി ഡോക്ടർ ഫുഡിന്റെ ന്യൂട്രി ബനാന പൗഡർ. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.